ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സർവൈവൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15 ഡേയ്സ് ചലഞ്ചാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ബ്ലേസ് റോഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. അതായത് ബ്ലേസിനൊക്കെ ഒന്നാണ്ട് ബ്ലേസ് റോഡോട് ഇങ്ങോട്ട് വരണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഇനി ബ്ലേസ് റോഡോട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ചാവാതെ ഇങ്ങോട്ട് എത്തിയാൽ മതിയേനു, എന്തായാലും പോയി നോക്കുക. നമ്മളെന്തായാലും ഇങ്ങോട്ട് എത്തിയാണ്. അതായത് കണ്ടുപിടിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും എത്തിയാണ്. ഇനി ഇതിൻ്റെ മേലെ കയറണം. അപ്പോൾ മേലെ കയറുന്നത് ഇപ്പോൾ ഒരു വഴി ഞാൻ കണ്ടിട്ടില്ല. ഒരൊറ്റ വഴി ഇപ്പോൾ ഇഞ്ച് മുമ്പിലുള്ളൂ. ഇവിടെ മൈൻ ചെയ്താണ്ട് ഇത് ഇവിടെ കുഴിച്ചാണ്ട് നമുക്കൊരു ബ്ലോക്ക് വെച്ച് കയറുക. അല്ല നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നടക്കണ്ടേ. പിന്നെ മേലെ റിസ്ക് തന്നെ പുറത്ത് കൂടെ ഇതാക്കി പോകുന്ന റിസ്ക്കാണ്. കണ്ട അവിടെ തന്നെ ഉള്ള ഒരു പ്ലേസ്. എന്തായാലും ഇങ്ങനെ പോയി വെക്കാം. അവിടെ എത്തി ഒരു ബ്ലേസ് റോഡിന് എത്രണ്ണം കിട്ടും? മറ്റേ അത് രണ്ടെണ്ണം കിട്ടും തോന്നുന്നില്ലേ? ആ രണ്ടെണ്ണം. അപ്പോൾ നമുക്ക് 10 ഉണ്ടെങ്കിൽ 20 കിട്ടും. മിനിമം നമുക്ക് 10 കൊണ്ട് പോകണം. കാരണം നമ്മൾ എക്സ്ട്രാ കരുതുന്നത് നല്ലതാണ്. എന്തായാലും നമ്മൾ മേലേക്ക് എത്തിക്കുന്നേ. ചാടി നോക്കണം. ചാടി വെക്കുക. അവരുണ്ടോ? അപ്പോൾ ആരുമില്ല തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും മൂഞ്ചി ചെയ്തു മേലെ കയറാം. ഇനിയിപ്പോൾ അതിൻ്റെ സ്പോണർ കണ്ടുപിടിച്ചണം. ബ്ലേസ് റോഡിൻ്റെ ബ്ലേസ് നമുക്ക് ഒന്ന് നോക്കാം. എന്തായാലും കിട്ടിയാതേനു. ലൂട്ടിങ് ത്രീ ഒന്നും ഇല്ല. അപ്പോൾ കിട്ടുമെന്ന് വെച്ചാൽ ബ്ലേസ് റോഡ് ഉണ്ട്. ആ ചാടി കിട്ടി. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ബ്ലേസ് റോഡ് നമുക്ക് കിട്ടിയാണ്. എന്തായാലും ഇനി ഇതേപോലെ തന്നെ ഒരു 9 കൂടി നമുക്ക് ഒപ്പിച്ചണം. ഇനി ചാവാതെ നോക്കിയാൽ ഒപ്പിച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗ് ഉണ്ട് ചില നേരത്തെ. ബ്ലേസ് റോഡ് കണ്ടോ? അത് വരുന്ന പോലും അറിയുന്നില്ല. ഇവനും ഡ്രോപ്പ് ചെയ്തെങ്കിൽ നന്നായി. അതൊന്നും പാടില്ലെങ്കിൽ ഞാൻ ഒരു ലൂട്ടിങ് 3 ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ലോണം കൊല്ലുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒന്നിനെ കൊന്നപ്പോൾ തന്നെ കിട്ടി. നല്ല ലാഗ് വരുന്നുണ്ട് ഈ റെക്കോർഡ് ചെയ്യണോണ്ട്. ഇനിയിപ്പോൾ ലാഗ് കാരണം ചാവുന്ന വെച്ചൊരു പേടി. നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ എത്ര പെട്ടെന്ന് കിട്ടും? അവിടെ ഇല്ലേ അടി? ലാഗ് നല്ല ലാഗ് ഉണ്ട്. അടിച്ചുകൊടുത്തൊക്കെ നല്ല പോണം. ചത്തു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ പോയാണ്ട് ചത്തുക്കണ്. കയ്യിലുണ്ടായിനെ ആ ഒരു ബ്ലേസ് റോഡും പോയിക്കണ്. നമുക്ക് ഇനി ഒന്നുകൂടി പിന്നെ അങ്ങോട്ട് തന്നെ പോകാം. എന്തായാലും നമ്മൾ പിന്നെ ഇങ്ങോട്ട് എത്തിക്കണ്. പിന്നെ എത്തി പറഞ്ഞാൽ ഇപ്പം ഇത്ര പെട്ടെന്നൊന്നും എത്തിയില്ല. കുറേ പെട്ടെന്ന് ചത്തു. ഞാൻ ഏറ്റവും കൂടുതൽ എത്തുക ഈ ബ്ലേസ് റോഡിൻ്റെ വെതർ സ്കെൽറ്റിൻ്റെ കൈ കൊണ്ടേക്കും. അപ്പോൾ ഇവിടേക്ക് എത്തിയതിൻ്റെ സ്പോണറും കണ്ടുപിടിച്ച് ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ടാക്കിച്ചേക്കണം കില്ലിങ്ങിനായിട്ട്. ഒന്ന് കിട്ടിയില്ലോ. പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ എനിക്കിപ്പനെ കൊന്ന് കിട്ടുമോ? ഇല്ല, കിട്ടിയില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നല്ല കിട്ടി. കണ്ടോ? ലൂട്ടിങ് 3 ഉണ്ടെങ്കിൽ 2 3 കിട്ടുന്ന തോന്നണം. അതെ, പെട്ടെന്ന് കിട്ടുന്നതല്ല. കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുന്നത് തോന്നുന്നു. അതാ പിന്നെയും കിട്ടി. നമുക്ക് എന്തായാലും ഇപ്പം നല്ല വെക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഇതുകൊണ്ട് തിരിച്ചങ്ങോട്ട് എത്തിയാൽ മതി. അതായത് നോക്കുക. നല്ല സ്പോട്ടാണ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത്. ഇതെന്നെ ഇതാക്കാൻ കുറേ ടൈം എടുത്തു. വീണ്ടും കിട്ടി. എന്തെങ്ങനെ ചെസ്റ്റ് വെക്കണം അറിയാം. അഥവാ അങ്ങനെ പോലും ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തീ തുപ്പി ഞാൻ ചാകുകയാണെങ്കിൽ അതും പോകേണ്ട എഴുതിയിട്ടാണ് ഇപ്പോൾ ചെസ്റ്റ് കൊടുന്ന് വെച്ച് ഞാൻ. കാരണം അത്രയും തവണ ഞാൻ ചടച്ചു ചത്തിയത്തും അടുത്തു. എന്നിട്ട് അവിടുന്ന് പിന്നെ എൻ്റെ അടുത്ത് കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ഒക്കെ പോയി. ആർമർ ടൂൾസും പോയി. ആർമർ ടൂൾസ് പിന്നെ കഴിഞ്ഞതിൽ പോയതല്ലേ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ചവിടുന്ന ഒന്നും കിട്ടിയില്ല. ഒക്കെ കൊണ്ടുപോയി. മറ്റേ പിഗ്ലിൻസ് കൊണ്ടുപോയി. നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം എത്ര കിട്ടുന്നു. 10 ഒപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് കിട്ടുന്നുണ്ടോ? എന്തൊരു പുറത്തിറങ്ങി നോക്കാം. എല്ലാത്തിനും ഇങ്ങോട്ട് കുറിച്ച് കണ്ടു എന്താ വെക്കണത്? സ്പൂണ് വെദർ സ്കെലിട്ടനാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഇറ്റാളാ ചില ഒരടി എത്തിയതിനായി ഓലടുന്ന് ഒരു അടി ഇട്ടിയത് തീർന്നു. ഇവരായിരുന്നു അങ്ങനെ തന്നെ. എൻ്റെ വേറെ വേൾഡ് ഉണ്ട്. ആ വേൾഡ് ഇങ്ങനെയൊന്നുമല്ല. ഇവരുടെ എത്ര അടിയിട്ടാലും ഞാൻ ചാവലില്ല. അതിൽ പറഞ്ഞാൽ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാണ്. ഇത് ഒറ്റ 2 അടി ഇട്ടിയ ചാവും. നമ്മൾ പിന്നെ പെട്ടെന്ന് ഡ്രാഗിനെ കൊല്ലണ ചലഞ്ച് ആയതുകൊണ്ട് അയൺ ആർമറൊക്കെ ഇങ്ങോട്ട് വന്നിട്ടാണ്. ഞാൻ ആ വേൾഡിൽ നെതറൈറ്റ് മേണ് മറ്റേ എൻ്റെ അടുത്തേക്ക് തന്നെ പോയത്. ബ്ലേസ് റോഡിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 4 3 ആയി. പെട്ടെന്ന് ഇതാക്കുക. പിന്നെ 2 ഞാൻ ഓൾറെഡി പേര് കൊണ്ടുവച്ചിരുന്നു കേട്ടോ. 2 ഓൾറെഡി ഞാൻ പേര് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് എപ്പോഴും കിട്ടിയപ്പോൾ 5 ചെങ്ങായി ഉണ്ടായി. അപ്പോൾ ഓന് തന്നാണ്. കൈ കന്നിട്ട് അപ്പം തന്നെ പെട്ടെന്ന് കൊണ്ടുവച്ചു. ഓന് കൊന്നിട്ട് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തു. ചാനായപ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ഒന്നുകൂടി പുറത്തിറങ്ങി നോക്കാം. അപ്പോൾ വന്നു ലാഗ് അടിച്ചു ചോദിച്ചിട്ട് പോകാം. പോയി. അതാണ് ഇനിയിപ്പോൾ അങ്ങനെ
ഇവിടെ കയറി വരുമോ? ഞാൻ ചാവുമോ? ഞാൻ ചാവാനൊരു ചാൻസ് ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും 2 ഉണ്ട്. ഇവരെടുത്ത് 2 എഡിറ്റ് ഞാൻ ഒരൊറ്റ എഡിറ്റ് അതിന് ഞാൻ തീർന്നു. ആ ഗൈസ് നമ്മളെന്തായാലും ഇപ്പോൾ അവിടുന്ന് വന്നിക്കണ കേട്ട് കുറേ ടൈം എടുത്തു അതൊക്കെ ഇതാക്കാൻ. അവിടുന്ന് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ 10 എന്നാണ് പറഞ്ഞത്. 19 കിട്ടിയെന്ന്. നമുക്ക് ഇനി ഇതെന്തായാലും ഇതാക്കാം. ഇവിടെ 2 ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടിന് 19 ആയത്. ഓക്കെ 34 ഉണ്ടാക്കാം. പക്ഷെ നമുക്കിപ്പോൾ ഒരു സ്റ്റാക്ക് 16 മതി. കുറേ ടൈം എടുത്തു പറഞ്ഞാൽ കുറേ ടൈം എടുത്തു. ഇതിന് വേണ്ടിനെ 1-2 മണിക്കൂർ പോയിട്ടുണ്ട് ഒരു ഇതൊക്കെ. ഇനിയിപ്പോൾ ഞാൻ EF ഉണ്ടാക്കണമല്ലോ അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താനൊക്കെ കരുതുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതോട് കൊണ്ടുവരാത്തിന് തന്നെ കുറേ കഷ്ടപ്പെട്ടു. ഇപ്പോൾ കണ്ടോ 45 ഈസായി. ഞാൻ ആകെ 5 ഈസല്ലത്. ഇനി അതും പോയി കൊണ്ടുവരണം.